ഒരു വരി എഴുതി അതിൻ്റെ മുമ്പത്തെ 3 വരി എഴുതലാണ്. അതിൽ എഴുതിയതിൽ കവിത ഉള്ള കുറച്ച് വൃത്തം വിചാരിച്ചാലും കവിത ഉള്ള ഭാഗങ്ങളുണ്ട്. മലയാളം കുറച്ച് കമ്മിയാണെന്ന് തോന്നും വായിച്ചത് കണ്ടാൽ, എഴുതിയത് കണ്ടാൽ. അങ്ങനെ ഉള്ളതുണ്ട്. പിന്നെ വൃത്തമല്ല, കാര്യങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നതും 1-2 ഉണ്ട്. വൃത്തത്തിൽ എഴുതാൻ അത്ര വിഷമൊന്നുമില്ല. വൃത്തത്തിൽ എഴുതണമെന്ന് വിചാരിച്ചിട്ടല്ല ഈ കവിത എഴുതിയത്. ഇതിൽ ഞാനിതിനൊന്ന് എഴുതിയിട്ട് അത് തളിരു വെറ്റില തിന്നു ചുവന്ന താം തളിരിനൊത്തതരങ്ങൾ വിളർച്ചിടും കുളിരിലാണ്ടു കുളിച്ചു വരുന്നിത പുലരിയിൽ തിരുവാതിരയാദ്രയായി എന്നാണ് ഞാൻ എഴുതിയത്. അത് ഇതുപോലെ എഴുതണമെന്നൊന്നുമില്ല. ഇതിന് ഭംഗിയായിട്ട് എഴുതാൻ പറ്റുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് എഴുതിയത്. ഏതായാലും വൃത്തത്തിൽ എഴുതാൻ വലിയ വിഷമമില്ല. ഞാൻ ആദ്യം അനുഷ്ഠിപ്പ് വൃത്തത്തിൽ എഴുതാനാണ് നോക്കിയത്. അതത്ര ശ്രീജിത്തിന് അത്ര പിടിച്ചിട്ടാവും. അതുകൊണ്ടാണ് അതെടുത്ത് അനുഷ്ഠിപ്പാണെന്ന് അതിലധികം ആൾക്കാർക്ക് വേഗമായിട്ട് എഴുതാൻ പറ്റും. ഏതായാലും നന്നായി ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയാൽ വൃത്തത്തിൽ എഴുതാൻ പറ്റും. അങ്ങനെ വല്ലവർക്കും വൃത്തത്തിൽ കവിത എഴുതാൻ താല്പര്യം ഉള്ളവരുണ്ടെച്ചാൽ ഇനിയും എഴുതണം. എന്നോട് പറഞ്ഞാൽ ഞാൻ സഹായിക്കും. Thank you, dear narrator. Next, I'd like to call our next cinematic dance on stage. It's Adu and team.